അച്ഛൻ നഷ്ടപ്പെട്ട പൊള്ളുന്ന വേദനയിൽ ഒരു മകൻ എത്രമാത്രം സഹികെട്ടായിരിക്കണം ആത്മരോഷം കൊണ്ടത്. ദുഃഖം തളം കെട്ടി നിന്നിടത്ത് തിക്കും തിരക്കുമായ സെലിബ്രിറ്റികളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കാട്ടിയ തിടുക്കം ശവന്തീരി കഴുകന്മാരെ പോലെയായിരുന്നു. അതിനോട് സലീം കുമാറിന്റെ മകനും നടനുമായ ചന്തു സലീം കുമാർ പ്രതികരിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും സാക്ഷിയായിരുന്നു ഈ നെറികെട്ട പെരുമാറ്റത്തിന്. മുഖ്യമന്ത്രിക്ക് പോലും കയർക്കേണ്ടി വന്നു, മാറി നിൽക്കാൻ പറയേണ്ടി വന്നു. സ്വകാര്യത ഹനിക്കുന്ന ക്യാമറകൾക്ക് മുന്നറിയിപ്പുമായി പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. മനുഷ്യന്റെ ദുഃഖവും മരണവും സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധിയാക്കിയാൽ ശക്തമായ നിയമ നടപടി എന്നാണ് അറിയിപ്പ് വരുന്നത്. വിവരമുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ദൃശ്യവും കേരള പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. Wait a minute, he's absolutely smashed that, but hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are coming down. ഇപ്പോൾ മരണം നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മരണാനന്തര ചടങ്ങിന്റെ സമയത്ത് അവിടെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വരും. അപ്പോൾ ആ സെലിബ്രിറ്റികളെ ലക്ഷ്യമാക്കി ക്യാമറ വെക്കുക. അപ്പോൾ ആ സിറ്റുവേഷന്റെ മൂഡ് എന്താണെന്ന് പരിഗണിക്കാതെ പോലും, ഇപ്പോൾ മരണവീടാണെങ്കിൽ പോലും അവിടെ എത്തുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ മറ്റൊരു ആംഗിളിൽ ചിത്രീകരണം നടത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി ചലച്ചിത്ര താരങ്ങൾ, പ്രത്യേകിച്ച് വനിതാ താരങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് അത് മോശം ആംഗിളിൽ ക്യാമറ പ്ലേസ് ചെയ്തുകൊണ്ടൊക്കെ ദൃശ്യങ്ങൾ പകർത്തുക. അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരു ഒരു വാചകം പോലും ഇല്ലാതെ പക്ഷേ ഈ മോശം ദൃശ്യം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രചരിപ്പിക്കുക. നമ്മൾ ഏറ്റവും ഒടുവിൽ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവരുടെ പ്രതിനിധികൾ വന്ന് ഏത് രീതിയിലാണ് ചിത്രീകരണം നടത്തിയതെന്നും അതിരൂക്ഷമായ പ്രതികരണം അവിടുത്തെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ചില സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ വന്നപ്പോഴാണ് അതെല്ലാം നീക്കം ചെയ്യാനും ചിലർ മാപ്പും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഒരുപക്ഷെ അത് കായികമായി നേരിടുന്ന സിറ്റുവേഷനിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇനി ഇത്തരം ഇപ്പോൾ നമ്മൾ ഇന്നലെ സലീം കുമാറിന്റെ വീട്ടിൽ കണ്ടത് അതിന്റെ എക്സ്ട്രീം ലെവലിലാണ്, അതിന്റെ പ്രതികരണം എക്സ്ട്രീം ലെവലിലാണ് ചന്തുവിന്റെ ഭാഗത്ത് വന്നത്. അപ്പോൾ ഇനി ആ രീതിയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായാൽ ഒരുപക്ഷെ അതൊരു മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള പോലീസ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, ഇത്തരം ദൃശ്യങ്ങൾ, നമ്മളുടെ ആരുടെയെങ്കിലും ദൃശ്യങ്ങൾ മോശമായി ചിത്രീകരിക്കപ്പെട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല എന്ന് തിരിച്ചറിയുക. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ IT ആക്ട് 66 ഈ പ്രകാരമുള്ള പരിരക്ഷ പരാതിക്കാരന് ലഭിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കേരള പോലീസ് ഇപ്പോൾ നൽകുന്നത്. ജനാധിപത്യ രാജ്യമാണ്, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം പ്രചരണങ്ങൾക്ക് നിയമപരമായ നടപടി എടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്.